പേര് മണിലാൽ ശബരിമല, ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഇന്ന് 4 തീയതി ഫെബ്രുവരി വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലുള്ള കേരള ലളിതകല അക്കാദമി വെച്ച് എൻ്റെ എക്സിബിഷൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രിൻസ് ആദിത്യവർമ്മ തമ്പുരാൻ ഇനാഗുറേറ്റ് ചെയ്യുകയാണ് 11 മണിക്ക്. അപ്പം പ്രധാനമായിട്ടും ഞാനിവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്ന പടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 20 അടി നീളവും 4 അടി വീതിയുമുള്ള 10,000 ഗണപതിയുടെ വ്യത്യസ്ത ഭാവങ്ങളിൽ ഉള്ള ആവിഷ്കാരമാണ്. അത് ഞാൻ ചെയ്തിരിക്കുന്നത് പേന വെച്ചാണ് ചെയ്തിരിക്കുന്നത്. മൈക്രോൺ പെൻ 0.05 വളരെ മൈന്യൂട്ടായിട്ടുള്ള പേന വെച്ച് ആണ് 10,000 ഗണപതിയെ വരച്ചിരിക്കുന്നത്. ഞാൻ 27 ദിവസം എടുത്തു. ഡെയിലി എല്ലാ ദിവസവും 8 മണിക്കൂർ 9 മണിക്കൂർ കണ്ടിന്യൂസ് വരച്ചാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഷോക്കേസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം വ്യത്യസ്തങ്ങളായുള്ള മാനസിക ഭാവങ്ങൾ, കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ മാനസിക തലങ്ങളിലുള്ള ഭാവങ്ങളെ ആവിഷ്കരിക്കുന്ന പെൻ ഡ്രോയിങ്, ഇത് മൈക്രോൺ ഡ്രോയിങ്. അതോടൊപ്പം ഏകദേശം 25 ചിത്രങ്ങൾ ഇതോടൊപ്പം പ്രദർശിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ കുറച്ചു കാലം ഭൂട്ടാനിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏതാണ്ട് 1980s റൂറൽ കൾച്ചറൽ സ്കേപ്പ് ഓഫ് ഭൂട്ടാൻ എന്നൊരു സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ട് 25ഓളം ചിത്രങ്ങൾ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം ഒരു 5-6 ഗണപതിയെ ബേസ് ചെയ്തുള്ള അക്രിലിക് പെയിൻറ്റിങ്സും ചെയ്തിട്ടുണ്ട്. അപ്പം നോർമലി ഇതിനകത്ത് ഒരു കൺസെപ്റ്റ് ബേസിക്കലി ഞാൻ ഫോളോ ചെയ്യുന്നത്, ഗണപതി എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി അല്ലെ ഇപ്പം ഫോം ഓഫ് പവർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോം ഓഫ് പവറിന് ഒരു രൂപം, മോസ്റ്റ് ഫ്ലെക്സിബിലിറ്റിയുള്ള ഈ പവർ അല്ലെ എനർജി ആവിഷ്കരിക്കുന്നതിന് ഗണപതിയുടെ രൂപം ഞാൻ എടുത്തു. അപ്പോൾ അതുകൊണ്ട് വരയ്ക്കുന്ന മാക്സിമം ഫ്ലെക്സിബിലിറ്റി നമുക്ക് വളരെ ആയാസരഹിതമായിട്ട് ആവിഷ്കരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു മോഡ് ഓഫ് ഒരു സിമ്പിൾ ഞാൻ എടുത്തത്. അപ്പം വരയ്ക്കുന്നതിനും പെയിൻറ്റ് ചെയ്യുന്നതിനും ഏറ്റവും അഭികാമ്യവും ഏറ്റവും നല്ല പ്രയാസരഹിതമായ വഴിയാണ്. അതുകൊണ്ട് ഞാൻ ഗണപതിയെ ആവിഷ്കരിച്ചിരിക്കുന്നു. പിന്നെ അതിനൊപ്പം മോസ്റ്റ് പവർഫുൾ ഫോം ഓഫ് ഗോഡ്സ്, അതായത് ഗോഡ് ഓഫ് ഓൾ ഗോഡ്സ് ലോർഡ് ഗണേശ എന്നൊരു ചൊല്ലുണ്ട്. എന്ത് കാര്യങ്ങളും ഹൈന്ദവ കൾച്ചർ അനുസരിച്ച് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായി ഗണപതിയെ സ്തുതിക്കാറുണ്ട്. അപ്പം ഗോഡ് ഓഫ് ഗോഡ്സ് എന്നും ഗണപതിക്കൊരു നിർവചനമുണ്ട്. എന്തായാലും അൾട്ടിമേറ്റ്ലി ഞാൻ ഫോളോ ചെയ്യുന്നത് ദി മോസ്റ്റ് പവർഫുൾ എനർജി സോഴ്സ്, ദാറ്റ്സ് ഗണേശ എന്നുള്ളതാണ്. അപ്പം ഇത്രയും വർക്കുകൾ ഞാൻ ചെയ്തെടുക്കുവാൻ വേണ്ടി എസ്പെഷ്യലി ഡ്രോയിങ്സ് വളരെ സമയം ചെലവഴിച്ചു. ഏകദേശം 3-4 വർഷം എടുത്ത് ഞാൻ ഇത്രയും മൈന്യൂട്ട് ഡ്രോയിങ്സ് ചെയ്തെടുക്കുവാൻ വേണ്ടി. 10 ദിവസത്തോളം കൊണ്ട് പെയിൻറ്റിങ്സും ഞാൻ ചെയ്ത് തീർത്ത്. പെയിൻറ്റിങ്സ് ഓഫ് കോഴ്സ് ചെയ്യാൻ എളുപ്പമാണ്. ഡ്രോയിങ്സ് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. അതിന് ഒരുപാട് സമയം വേണം, ഒരുപാട് ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും പെർസിവറൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രോയിങ്സ് നമുക്ക് വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആവിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.